ഓർക്കുക, ജീവികളെല്ലാം ഭൂമിക്ക് അവകാശികളാണ്. അതിന് വിപരീതമായ ചിലത് ബിഗ് ബോസ് ഹൗസിൽ നടന്നിരിക്കുന്നു. മത്സരാർത്ഥികൾ ഒരാൾ മറ്റു കമ്മ്യൂണിറ്റികളെ ഇകഴ്ത്തി സംസാരിച്ചു. ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ലാലേട്ടന്റെ പുതിയ പ്രോമോയില് ലാലേട്ടൻ പറയുന്ന 1-2 പോയിന്റുകളാണ് ഞാനിപ്പോ എടുത്തു പറഞ്ഞത്. അഭിഷേക് ശ്രീകുമാറിനുള്ള പണി വരുന്നുണ്ട് എന്നാണ് ലാലേട്ടൻ പറയാതെ പറഞ്ഞത്. അഭിഷേക് ശ്രീകുമാറിനെ നിർത്തി പൊരിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അഭിഷേകിനെ മാത്രം പൊരിച്ച് സമയം കളയരുത് എന്നാണ് ഞാൻ പറയുന്നത്. പൊരിക്കണം, തീർച്ചയായിട്ടും പൊരിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ പുള്ളിയെ മാത്രം പൊരിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ടൈം വേസ്റ്റ് ചെയ്യരുത്. പല കാര്യങ്ങളും ചോദിക്കാൻ മനഃപൂർവ്വം വിട്ട് കളയരുത് ലാലേട്ട, പ്ലീസ്. ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായ ഒരാഴ്ചയാണിത്. പല വിഷയങ്ങളും ഉണ്ട് ചോദിക്കാൻ. നമ്മൾ പോലും പറയാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോൾ. അതൊക്കെ ബിഗ് ബോസും അതിന്റെ ക്യാമറയും ഡിപ്പാർട്ട്മെന്റും എല്ലാം കണ്ടു കാണും. മെയിൻ ആയിട്ടും സായി പുറത്തെ വിഷയങ്ങൾ അകത്ത് ചെന്ന് പറഞ്ഞത് അതൊരു മെയിൻ നിയമലംഘനമാണ്, അതൊന്ന്. പിന്നെ ജാസ്മിന് വന്ന രഹസ്യ കത്ത്, സീക്രട്ട് ലെറ്റർ, അതേപോലെ പവർ ടീം ക്യാപ്റ്റൻ തമ്മിലുള്ള വിഷയം, അപ്സര ജാസ്മിന് സ്പേസ് കൊടുക്കാതിരുന്നത്, അതേപോലെ അൻസിബ പവർ ടീമിനെ അനുസരിക്കാതിരുന്നത്, പവർ ടീം വെച്ചൊരു റൂളിനെ അൻസിബ ലംഘിച്ചത്, ജാൻമണി നോറയെ തല്ലാൻ ഓങ്ങിയതും ജാൻമണി പറഞ്ഞ അഹങ്കാരത്തിന്റെയും ആ ഒരു എന്താ പറയുക ഹയറാർക്കിയുടെയും വാക്കുകള്, കാസ്റ്റിസത്തിന്റെ വാക്കുകള്, സിബിൻ ഋഷി വഴക്കില് സിബിൻ പറഞ്ഞ ചില റോങ് സ്റ്റേറ്റ്മെന്റ്സ്, ജയദീപും ജിൻഡോയും തമ്മിലുള്ള ആ ഒരു വിഷയം, അതിലൊരു ക്ലാരിറ്റി വരുത്തണം. കാരണം അത് ജിൻഡോയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്, ജയദീപിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പ്രേക്ഷകരുടെ കമന്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം ലാലേട്ടൻ ചോദിച്ചു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കാണും ഇപ്പോഴത്തേക്കും. എന്തായാലും ഇത് ചോദിച്ചു കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.